ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു 3-4 ടിപ്സുകൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് ചുറ്റും ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റും ഇവിടെ അങ്ങനെ കറുത്ത കളറൊക്കെ കുറേശ്ശെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ കൂടുതലും ഇതിന് കാരണം നമ്മുടെ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവും. പിന്നെ രാത്രി ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റും ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറയ്ക്കാനുള്ള ഒരു 4-5 ടിപ്സ് പറഞ്ഞു തരാനാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വിചാരിച്ചാൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്തു നോക്കാം. ഒരു ഉരുളക്കിഴങ്ങ് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. 1 ടീസ്പൂൺ നീര് മതി. അത് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും പുരട്ടി കൊടുക്കുക. മുഖത്ത് എല്ലായിടത്തും പുരട്ടി കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. കൂടുതൽ കറുപ്പുള്ള സ്ഥലത്ത് ഇവിടേക്ക് എല്ലാവർക്കും കൂടുതൽ കറുപ്പുണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ എല്ലായിടത്തും പുരട്ടി കൊടുത്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ കഴുകി കളയാം. ഇതൊരു നല്ല ടിപ്സാണ് കേട്ടോ. നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറാനും മുഖം വെളുക്കാനും നല്ലൊരു ടിപ്സാണ്. പിന്നെ നല്ലത് വെള്ളരിക്കാ നീര്. 1 ടീസ്പൂൺ വെള്ളരിക്കാ നീര് മതി. അത് മുഖത്തൊക്കെ പുരട്ടി കൊടുത്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകിയാൽ മതി. സോപ്പൊന്നും ഉപയോഗിക്കണ്ട കേട്ടോ. അങ്ങനെ കഴുകി കളയുക. ചൂടുവെള്ളം മുഖത്ത് ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ചാൽ തന്നെ മുഖത്ത് കരിവാളിപ്പുണ്ടാവും. പിന്നെ തൊലിയൊക്കെ ഇങ്ങനെ ചുളിയാനും ഒക്കെ ഇടയുണ്ടാവും. അപ്പോൾ അതൊന്നും വേണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ബദാം ഓയിൽ അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറേശ്ശെ എടുത്തിട്ട് കണ്ണിൻ്റെ ഇവിടേക്കൊന്നും ആവണ്ട കേട്ടോ. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാവും. കണ്ണിലേക്ക് എണ്ണയുടെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നന്നായി പുരട്ടി കൊടുക്കുക. മുഖത്തും കറുപ്പുള്ളിടത്തൊക്കെ പുരട്ടി കൊടുക്കാം. അങ്ങനെ പുരട്ടി കൊടുക്കുന്നതും നമ്മുടെ ഈ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് പോവാനും പിന്നെ മുഖത്ത് വേറെ എന്തെങ്കിലും ഈ കറുത്ത കുത്തുകളൊക്കെ ചിലവർക്ക് ഉണ്ടാവും. ഈ ചിക്കൻ ബോക്സ് വന്നിട്ട് കറുത്ത കുത്തുകൾ അതൊക്കെ പോവാൻ നല്ലതാണ് കേട്ടോ ഈ ബദാം ഓയിൽ. അപ്പോൾ അതും രാത്രി പുരട്ടി കിടന്ന് ഉറങ്ങുക. രാവിലെ എണീറ്റ് മുഖം കഴുകിയാൽ മതി. പിന്നെ നല്ലൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഈ കറ്റാർവാഴയുടെ ജെല്ല് അതും കടലപ്പൊടിയും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് മാത്രം എടുത്താൽ മതി കേട്ടോ. ജെല്ല് 1 ടീസ്പൂണ് പിന്നെ 1 ടീസ്പൂണ് കടലപ്പൊടിയും അത് രണ്ടും കൂടി എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതും മുഖത്ത് പുരട്ടുക. അത് കുളിക്കുന്നതിന് മുമ്പ് പുരട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് അത് പുരട്ടി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ മുഖം തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഇല്ലാത്ത സാധനങ്ങൾ മാത്രമേ എന്തെങ്കിലും നമുക്ക് കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ വേണ്ടത് നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം ഉണ്ടോ കൂടുതലും നല്ലത്. ചെറുപഴത്തിനേക്കാളിലൊക്കെ നല്ലത് നേന്ത്രപ്പഴം പാലിൽ അല്ലെങ്കിൽ പനിനീരിലോ അരച്ച് കുഴമ്പാക്കിയിട്ട് നമ്മുടെ ഈ കണ്ണിൻ്റെ ചുറ്റും പുരട്ടാം. പിന്നെ ഇത്തിരി പ്രായമാകുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ചുളിവുകൾ ഉണ്ടാവും. കഴുത്തിൽ ഇവിടെ ചിലവർക്ക് നല്ല കറുപ്പുണ്ടാവും. അപ്പോൾ ഈ കറുപ്പ് പോവാനും ഈ കണ്ണിൻ്റെ ചുറ്റുള്ള കറുപ്പ് പോവാനും പിന്നെ ഈ ചുളിവുകൾ മാറാനും ഒക്കെ ഈ നേന്ത്രപ്പഴം നല്ലതാണ്. അപ്പോൾ ഈ നേന്ത്രപ്പഴം തേൻ കിട്ടിയില്ലെങ്കിൽ തേനോ അല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ പനിനീരോ ഇതിലേതെങ്കിലും മതി കേട്ടോ. ഇത് അരച്ച് മിക്സ് ചെയ്തിട്ട് നല്ല കുഴമ്പാക്കിയിട്ട് മുഖത്ത് നല്ല കട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ കഴുകി കളയുക. ഇതൊക്കെ നമ്മുടെ മുഖത്ത് കറുപ്പുകളും കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പുകളും പോവാൻ നല്ല ടിപ്സുകളാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ഉറക്കമാണ് ഏറ്റവും പ്രധാനം. ഒരു മനുഷ്യൻ 7-8 മണിക്കൂർ നേരമെങ്കിലും രാത്രി ഉറങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ മാനസികമായിട്ട് ഒരു സന്തോഷവും എല്ലാം ഉണ്ടാവുള്ളൂ. രാത്രി ഉറക്കം ശരിയായില്ലെങ്കിൽ തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ദേഷ്യവും ഇതൊക്കെയാണ്. അപ്പോൾ ഉറക്കം ശരിയായാൽ തന്നെ നമ്മുടെ പകുതി മുഖത്ത് അതിൻ്റെ സന്തോഷം ഇതൊക്കെയും ഉണ്ടാവും. ഉറക്കം ശരിയായില്ലെങ്കിൽ തന്നെ അതിൻ്റെ ദേഷ്യവും ഇതൊക്കെ കണ്ണിലും കാണാം. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടും നമ്മുടെ കണ്ണിന് ചുറ്റും കറുപ്പ് വരാം. അപ്പോൾ എല്ലാവരും ഉറങ്ങാൻ ശ്രമിക്കുക ആദ്യം. എന്നിട്ട് പിന്നെയും ഇതൊക്കെ കണ്ണിന് ചുറ്റും കറുപ്പുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞ ഈ ടിപ്സുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു 4-5 മാസം ചെയ്ത് കഴിഞ്ഞാൽ 90% ഇതിന് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ എന്നെ ഈ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും പിന്നെ വരാം കേട്ടോ. അതുവരെ ടാറ്റാ ബൈ ബൈ.